ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്, രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടായിരുന്നു. ഹാലോ ആൽക്കീൻസിനെയും ഹാലോ അരീൻസിനെയും എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോമൻക്ലേച്ചറിനെ പറ്റിയിട്ടാണ്. എങ്ങനെ ഹാലോ ആൽക്കീൻസിനും ഹാലോ അരീൻസിനും പേരിടാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈഡിൽ കൂടെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഹാലോ ആൽക്കീൻസിനെയും ഹാലോ അരീൻസിനെയും പേരിടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ റൂൾസ് എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡിലൂടെ കടന്നു പോകാം. അപ്പോൾ ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടിനും പേരിടുമ്പോഴും നമ്മൾ ആദ്യം എഴുതേണ്ടത് പ്രിഫിക്സ് ആണ്. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫിക്സ് ആണ്. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് വേർഡ് റൂട്ടാണ്. നമ്മൾ അതിനുശേഷം എഴുതാം. അതിനുശേഷം നമ്മൾ പ്രൈമറി സഫിക്സ് എഴുതും. അതിനുശേഷം നമ്മൾ സെക്കൻഡറി സഫിക്സ് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് പേര് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഡൗട്ടാണ്, എന്താണ് ഈ എന്താണ് പ്രിഫിക്സ്, എന്താണ് വേർഡ് റൂട്ട്, എന്താണ് പ്രൈമറി സഫിക്സ്, എന്താണ് സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. നമ്മൾ ആദ്യം എഴുതുന്നത് പ്രിഫിക്സ് അല്ലേ. ഈ പ്രിഫിക്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത് ഫ്ലൂറോ ആയിരിക്കാം, ബ്രോമോ ആയിരിക്കാം, അയഡോ ആയിരിക്കാം, ക്ലോറിൻ ആയിരിക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്, അതായത് ഒരു ചെയിൻ നോക്കുകയാണെങ്കിൽ ആ ചെയിനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നതിനെയാണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, പ്രിഫിക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ക്ലോറിൻ ഉണ്ടെങ്കിൽ ക്ലോറോ എന്ന് വെച്ചിട്ട് വേണം നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ടിനെ പേരിടാനായിട്ട് തുടങ്ങണ്ടേ. അത് കഴിഞ്ഞിട്ട് ഏതാ നമ്മൾ എഴുതേണ്ടത്, വേർഡ് റൂട്ട് എഴുതണം. വേർഡ് റൂട്ട് എന്താണെന്ന് നമുക്കറിയാം, നമ്പർ ഓഫ് കാർബൺ ആണ്. അതായത് ഒരു ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, വേർഡ് റൂട്ട് കൊണ്ട് അത് വിളിക്കുക. മീത്, ഈത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ് അങ്ങനെയില്ലേ, അങ്ങനെയുള്ള ഇപ്പോൾ 6 കാർബൺ ആണെങ്കിൽ ഹെക്സെയിൻ എന്നൊക്കെയാണ് നമ്മൾ വിളിക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, വേർഡ് റൂട്ട് എന്ന് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രൈമറി സഫിക്സ് എന്ന് പറയുന്നത്. പ്രൈമറി സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹാലോ ആൽക്കീൻസ് ഈനാണോ, അതായത് സിംഗിൾ ബോണ്ടാണോ അവർക്കിടയിലുള്ളത്, ഈനാണോ അതായത് ആൽക്കീനാണോ ഡബിൾ ബോണ്ടാണോ ഉള്ളത്, അതേപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഐനെന്നും ചേർക്കും. അപ്പോൾ സിംഗിൾ ബോണ്ടാണെങ്കിൽ ഐനെന്നും, ഡബിൾ ബോണ്ടാണെങ്കിൽ ഈനെന്നും, ട്രിപ്പിൾ ബോണ്ടാണെങ്കിൽ ഐനെന്നും നമ്മൾ എന്ത് ചെയ്യും, ചേർക്കും. അതിനെയാണ് നമ്മൾ പ്രൈമറി സഫിക്സ് എന്ന് വിളിക്കുക. അപ്പോൾ എന്തായിരിക്കും സെക്കൻഡറി സഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അതായത് ഇപ്പോൾ ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഓൾ എന്ന് വരും. അതായത് ഇപ്പോൾ ആൽക്കഹോൾ നോക്കുകയാണെങ്കിൽ എന്താ വരുന്നത്, OH ആണ് ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ അതെന്താ, ഓൾ എന്ന് വെച്ചിട്ടാണ് ഇത് എൻഡ് ചെയ്യുക, ഓൾ എന്ന് വെച്ചിട്ടായിരിക്കും എൻഡ് ചെയ്യുക. മനസ്സിലായല്ലോ. അതേപോലെ തന്നെ കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ COH ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് എന്ന് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എൻഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമ്പൗണ്ടിനെ എടുത്തിട്ട് അതിനെങ്ങനെ പേരിടാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു കോമ്പൗണ്ട് എഴുതാണേ. ഒരു കോമ്പൗണ്ടാണ് CH3 Cl. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിലാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. ഈ ക്ലോറിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുക, 1, 2 എന്ന് നമ്പർ ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ക്ലോറിനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് പ്രിഫിക്സ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്പർ ചെയ്യണം. അപ്പോൾ എന്ത് വരും, ക്ലോറിൻ എവിടെയാണ്, 1 ക്ലോറോ 1 ക്ലോറോ, പിന്നെ എന്താണ് ഇതേതാ, മെത്ത്, എത്ത്, 2 കാർബൺ ആണുള്ളത്. അപ്പോൾ ഇതെന്ന് എഴുതി. ഇനി ഇത് സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പോൾ അത് എന്ന് എഴുതി, ഈതേൻ. ഇനി ഇതിൽ എന്തെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡറി സഫിക്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് 1 ക്ലോറോ ഈതേൻ എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാവേ. അടുത്തതെന്ന് പറയുന്നത് CH3 CH2 Br.
അപ്പോൾ ഇവിടെ നോക്കിയേ ബ്രോമിനാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എഴുതേണ്ടത്, അതായത് പ്രിഫിക്സ് ആയിട്ട് എഴുതേണ്ടത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അപ്പോൾ ഇതിന് എന്ത് കൊടുക്കുക? ഇവിടെ നിന്ന് 1 കൊടുക്കുക, ഇവിടെ നിന്ന് 2 കൊടുക്കുക, ഇവിടെ നിന്ന് 3 കൊടുക്കുക. ബ്രോമിന് എത്രാമത്തേൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? 1-ാമത്തേൽ. അപ്പോൾ 1 ബ്രോമോ, ഇതെന്താ? മെത്ത്, എത്ത്, പ്രൊപ്പല്ലേ? അപ്പോൾ പ്രൊപ്പ് എന്ന് എഴുതാം. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എഗെയിൻ അപ്പോൾ 1 ബ്രോമോ പ്രൊപ്പെയിൻ എന്ന് വരും. ഓക്കെ ആണല്ലോ, സെറ്റ്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി നോക്കാം. CH3 CH CH2 CH3 എന്ത്? Cl എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്താണ്? ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിന് ഏറ്റവും കുറവ് നമ്പർ കിട്ടണ്ടേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്പർ ചെയ്താൽ നോക്കിയേ 1 2 3 4 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 4. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻറ്റിന് ഏറ്റവും കുറവ് നമ്പർ കിട്ടുന്നത് ഇങ്ങനെ നമ്പർ ചെയ്തപ്പോഴല്ലേ? അപ്പോൾ ആ നമ്പറിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ആ നമ്പറിംഗ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് എന്തെന്ന് പറയണത്? കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്ത് വരും? എങ്ങനെ വരും? നമ്മൾ ക്ലോറിനാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ്. അപ്പോൾ എന്ത് വരും? 2 ക്ലോറോ, ഇത് എത്രയുണ്ട്? മെത്ത്, ഇത് പ്രൊപ്പ, ബ്യൂട്ട്. അപ്പോൾ ബ്യൂട്ട് സിംഗിൾ ബോണ്ട് അല്ലേ എല്ലാവരും? അപ്പോൾ ബ്യൂട്ടെയിൻ എന്ന് വരും. എന്താ വരുന്നത്? 2 ക്ലോറോ ബ്യൂട്ടെയിൻ എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാവേ. CH2 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH, Cl, CH3. ഇത് നോക്കിയേ, ഇവിടെ നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂവൻറ്റും വന്നിട്ടുണ്ട്, ഒരു ഡബിൾ ബോണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻറ്റും ഡബിൾ ബോണ്ടും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ബോണ്ടിന് കുറവ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്പർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ഇവിടെ നമ്പർ ചെയ്യാം. 2 രീതിയിൽ നമുക്ക് നമ്പർ ചെയ്യാം. നോക്കിയേ, ഇവിടെ നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 4 5 ഇങ്ങനെ നമ്പർ ചെയ്യാം. അതേപോലെ നമുക്ക് ഒരു രീതിയിലും കൂടി നമ്പർ ചെയ്യാലോ. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാം. 1 2 3 4 5 ഇങ്ങനെ നമ്പർ ചെയ്താൽ ഏതാ കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിൽ നമ്പർ ചെയ്തിട്ടുള്ള സംഭവമാണ് കറക്റ്റ്. കാരണം ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോഴാണ് ഡബിൾ ബോണ്ടിന് ഏറ്റവും ചെറിയ നമ്പർ വരുന്നത്. 2 ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ നമ്പറിങ്ങിൽ നമ്മുടെ ഡബിൾ ബോണ്ടിന് കിട്ടുന്ന നമ്പർ എത്രയാ? 3 ആണ്. അപ്പോൾ 2 ആണോ 3 ആണോ ചെറുത്? 2 ആണ് ചെറുത്. അപ്പോൾ നമ്മൾ നമ്പർ ചെയ്യേണ്ടത് ഏതാ? മുകളിലത്തെ രീതിക്കാണ് നമ്പർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞു. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്ലോറിനാണ് പ്രിഫിക്സ് ആയിട്ട് വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോറിനാണ് ഫസ്റ്റ് നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലോറിൻ ഏതില്ല? 4-ാമത്തേൽ. അപ്പോൾ 4 ക്ലോറോ, എത്രയാണ് അടുത്തത്? വേർഡ് റൂട്ട് എത്രയാണ്? 5 ഉണ്ട്. 5 എന്ന് പറയുമ്പോൾ പെൻറ്റ്. അപ്പോൾ പെൻറ്റ് എന്ന് എഴുതി, പെൻറ്റ്. ഇനി നമുക്ക് ഡബിൾ ബോണ്ട് അല്ലേ ഉള്ളത്? ആ ഡബിൾ ബോണ്ട് 2-ാമത്തേലല്ലേ? അപ്പോൾ പെൻറ്റ് 2 ഈന്ന് വന്നു. പെൻറ്റ് 2 ഈന്ന് വന്നു. അപ്പോൾ അതൊക്കെ ആണല്ലോ. അതെ. ഇനി നമുക്ക് അടുത്ത കോമ്പൗണ്ട് നോക്കാം. അടുത്ത കോമ്പൗണ്ട് എന്ന് പറയുന്നത് CH3 CH3 Cl. ഇത് ഞാൻ എന്ത് ചെയ്യുന്നില്ല? പേര് കൊടുക്കുന്നില്ല. ഇതിൻ്റെ പേര്, ഈ കോമ്പൗണ്ടിൻ്റെ പേര് എന്താണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ ഇടണം. ഓക്കെ ആണല്ലോ. അതെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതേപോലെ തന്നെ പേരുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഒരു കോമ്പൗണ്ടും കൂടി നോക്കാം. ഒരു കോമ്പൗണ്ട് നോക്കാം. ഇവിടെ നോക്കി, CH3 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 CH2 Br. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പൗണ്ടിനെ നമുക്ക് സെലക്ട് ചെയ്യാം. കോമ്പൗണ്ടിൻ്റെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയും സെലക്ട് ചെയ്യാം, അതേപോലെ തന്നെ ഇങ്ങനെയും സെലക്ട് ചെയ്യാം അല്ലേ? അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും ഏതാ ശരിക്കുള്ള
സെലക്ഷൻ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ് കറക്റ്റ്. അപ്പോൾ നമ്മളതിനെ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്പർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത്. എവിടെ നിന്നാണ് നമ്പർ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന്. കാരണം ബ്രോമിനാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ മീഥെയിനും കൂടി സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ബ്രോമിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്പർ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നമ്പർ എടുത്തു 1 2 3 1 2 3 എന്ന് കൊടുത്തു. അപ്പോൾ എന്താ? ഫസ്റ്റ് ബ്രോമിനാണ്. കാരണം ആൽഫബറ്റിക് ഓർഡറിൽ ബ്രോമിൻ അല്ലേ ഫസ്റ്റ് വരുന്നത്. അതെ. അപ്പോൾ ബ്രോമിൻ 1 ബ്രോമോ. പിന്നെന്താ? രണ്ടാമത്തേൽ 2 മീഥെയിൻ ഉണ്ട്. അപ്പോൾ 2 2 എന്ന് എഴുതണം. 2 2 2 മീഥെയിൻ ഉള്ളതുകൊണ്ട് ഡൈമീഥൈൽ എന്ന് എഴുതണം. ഡൈമീഥൈൽ. ഇപ്പോൾ എത്ര കാർബൺ ഉണ്ട്? 1 2 3 3 കാർബൺ ആയതുകൊണ്ട് നമ്മൾ എടുക്കും. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രൊപ്പെയിൻ എന്ന് വരും. അപ്പോൾ എന്താ വരുന്നത്? 1 ബ്രോമോ 2 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ എന്നാണ് എന്ത് വരാം? ഇതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെ ഹാലോ അരീൻസിനെ പേര് കൊടുക്കാമെന്നാണ്. ഹാലോ അരീൻസിന് അങ്ങനെ പേര് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു ബെൻസീൻ റിംഗ്. ഈ ബെൻസീനിൽ എന്താണ്? ബ്രോമിനാണ് അറ്റാച്ച് ചെയ്തേക്കണമെന്ന് വിചാരിക്കുക. ബ്രോമിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മളിതിനെ വിളിക്കുന്ന പേരാണ് ബ്രോമോ ബെൻസീൻ. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ബ്രോമോ ബെൻസീൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഈ ക്ലോറിന് പകരം ബ്രോമിന് പകരം ക്ലോറിനാണ് അറ്റാച്ച് ചെയ്തേക്കണേന്ന് വിചാരിക്കുക. ബ്രോമിന് പകരം ക്ലോറിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ക്ലോറോ ബെൻസീൻ എന്ന് വിളിക്കും. ഇതിനെന്താ നമ്മൾ വിളിക്കുക? ക്ലോറോ ബെൻസീൻ. ഇനി നമുക്ക് ക്ലോറിന് പകരം അയഡിനാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്കിലും എല്ലാവർക്കും അറിയാം. എന്താണ്? അയഡോ ബെൻസീൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് അയഡോ ബെൻസീൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ബെൻസീനുമുള്ള ഓർത്തോ മെറ്റ പാരാ പൊസിഷൻസ് കുറച്ച് പഠിക്കാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിയാക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഓർത്തോ പൊസിഷൻ ഏതാ പാരാ പൊസിഷൻ ഏതാന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബെൻസീൻ റിംഗ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ബെൻസീൻ റിംഗ്. ഇതുമ്പോൾ നമ്മുടെ ഒരു ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഈ ഹാലോജൻ ആറ്റത്തിൻ്റെ അടുത്തുള്ള 2 പൊസിഷൻസ് ഇല്ലേ? ഈ ഒരു പൊസിഷനും ഈ ഒരു പൊസിഷനും. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, അടുത്തുള്ള ആളായതുകൊണ്ട് അടുത്തുള്ള ആളെയാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പം അടുത്തുള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോ പൊസിഷൻ. അടുത്തുള്ള ആളിനെ നമ്മൾ എപ്പോഴും എന്താ വിളിക്കുക? ഓർത്തോ. അടുത്തുള്ള ആളിനെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഹാലോജൻ ആറ്റത്തിൻ്റെ അടുത്തുള്ള 2 പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോ പൊസിഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഓർത്തോ പൊസിഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഓർത്തോ പൊസിഷൻ എന്ന് വിളിക്കും. ഇതപ്പോൾ ഇതിൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അപ്പോൾ ഇതിൻ്റെ 2ഉം 6ഉം പൊസിഷനാണ് ഓർത്തോ പൊസിഷൻ. 2ഉം 6 പൊസിഷനാണ് ഓർത്തോ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന നമ്മളിപ്പോൾ പറഞ്ഞു ഓർത്തോ പൊസിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇപ്പോൾ ഓർത്തോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഹാലോജൻ ആറ്റത്തിൻ്റെ അടുത്തുള്ള പൊസിഷനെയാണ് നമ്മൾ ഓർത്തോ പൊസിഷൻ എന്ന് വിളിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാരാ പൊസിഷൻ എന്താണെന്നാണ് പഠിക്കാനുള്ളത്. എന്താ പഠിക്കാനുള്ളത്? പാരാ പൊസിഷൻ എന്താണെന്നാണ് പഠിക്കാനുള്ളത്. പാരാ പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹാലോജൻ ആറ്റം അല്ലേ? ഈ ഹാലോജൻ ആറ്റത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന പൊസിഷൻ കണ്ടോ? അതിനെയാണ് നമ്മൾ പാരാ പൊസിഷൻ എന്ന് വിളിക്കുക. ഓപ്പോസിറ്റുള്ള ആൾക്കാരായിരിക്കും നമുക്ക് എപ്പോഴും പാര പണിയുക. അപ്പം അങ്ങനെയുള്ള പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പാരാ പൊസിഷൻ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ പാരാ പൊസിഷൻ എത്രാമത്തെ പൊസിഷനിലായിരിക്കും? 4th പൊസിഷനിലായിരിക്കും പാര ഉണ്ടാവുക കേട്ടോ. 4th പൊസിഷനിലായിരിക്കും പാര ഉണ്ടാവുക. ഇനി അതല്ലാതെയുള്ള പൊസിഷൻസ് ഇല്ലേ? അതല്ലാതെയുള്ള ദി പൊസിഷനും ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാ പൊസിഷൻ. ഏതൊക്കെയാണ് മെറ്റാ പൊസിഷൻസ് എന്ന് പറയുന്നത്? 3ഉം 5ഉം ആണ് മെറ്റാ പൊസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷൻ എന്തായാലും എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേരിടൽ നോക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെൻസീൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബെൻസീൻ്റെ ഇവിടെ ബ്രോമിൻ ഉണ്ട്. ഇവിടെ നമ്മുടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബ്രോമിനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇത് ഏത് പൊസിഷനാണ്? നമ്മുടെ ബെൻസീൻ്റെ മെറ്റാ പൊസിഷൻ അല്ലേ? അതുകൊണ്ട് നമ്മളിതിനെ മെറ്റാ. പിന്നെ 2 ബ്രോമിനില്ലേ? അതുകൊണ്ട് നമ്മൾ ഡൈ. ബ്രോമിൻ ആയതുകൊണ്ട് ബ്രോമോ
ബെൻസീൻ എന്ന് വിളിക്കും. മെറ്റാ ഡൈബ്രോമോ ബെൻസീൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കാം. ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ഇതിവിടെയാണ് ബ്രോമിൻ, ഇവിടെയാണ് ബ്രോമിൻ. ഇവിടത്തിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമ്മുടെ നെയിമിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം കൂടി നോക്കാം, എന്നിട്ട് നമുക്ക് സ്ലൈഡിൽ കൂടി കടന്നു പോകാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ഇത്ര നേരം പഠിച്ചത് നമ്മൾ ഒരു കോമ്പൗണ്ട് തന്നിട്ട്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ പേരിടാനായിരുന്നു. ഇനി നമുക്ക് പേര് തന്നിട്ട് അതെങ്ങനെ ഓർഗാനിക് ആയിട്ടുള്ള കോമ്പൗണ്ടായിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നത് 2-chloro 3-methyl pentane. ഇതാണ് എഴുതുന്നത്. ഇതനുസരിച്ച് നമ്മൾ എങ്ങനെ പേരെഴുതും? അപ്പോൾ നമുക്ക് മനസ്സിലായി 2-chloro 3-methyl pentane ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ പെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര കാർബൺ ഉണ്ടെന്ന് മനസ്സിലായി, 5 കാർബൺ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം തന്നെ 5 കാർബൺ വരയ്ക്കുക. 1 2 3 4, ഇവിടെ 5 വരച്ച്, 5 വരച്ചു. ഇനി നമ്മളെടുത്ത് പറഞ്ഞേക്കണത് എന്താ, രണ്ടാമത്തേൽ ക്ലോറിൻ ഉണ്ട്, മൂന്നാമത്തേൽ എന്തുണ്ട്, മീഥേൻ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ക്ലോറിൻ വരച്ചു. മൂന്നാമത്തേന്ന് പറയുന്നത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, മീഥൈൽ വരച്ചു. മീഥൈൽ എന്ന് പറയുന്നത് CH3. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വാലൻസി കംപ്ലീറ്റ് ആക്കാം. ഇവിടെ എന്താ 3 ഒരെണ്ണമാണ്, 4 എണ്ണാവാൻ 3. ഇനി ഇവിടെ 1 2 3, ഇവിടെ 4 എണ്ണാക്കാൻ CH എന്ന് വരച്ചു. ഇനി ഇവിടെ 1 2 3, ഇവിടെ 4 ആവാൻ വീണ്ടും CH എന്ന് വരച്ചു. ഇനി ഇവിടെ 2 എണ്ണം കൂടി ആവാൻ CH2 എന്ന് വരച്ചു. ഇവിടെ എന്ത് വരും, CH3 എന്ന് വരച്ചു. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതും കൂടി നോക്കാം. അടുത്തതെന്ന് പറയുന്നത് 1-bromo but 2-ene. ഇതാണ് 1-bromo but 2-ene. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലായി, ബ്യൂട്ട് എത്ര കാർബണാണ്, 4 കാർബൺ. അപ്പോൾ 4 കാർബൺ നമ്മൾ വരയ്ക്കുക. 1 2 3 4. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ഒന്നാമത്തേൽ ബ്രോമിൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്നാമത്തേൽ നമ്മൾ ബ്രോമിൻ വരച്ചു. പിന്നെ എന്താ, രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഫില്ല് ചെയ്യുക. ഇവിടെ നോക്കിയേ 1 2, അപ്പോൾ 4 എണ്ണം ആവാൻ 2 എണ്ണം കൂടി വേണം. അപ്പോൾ CH2 എടുത്തു. ഇവിടെ 1 2 3 4 എണ്ണം ആവാൻ ഒരു ഹൈഡ്രജൻ. ഇവിടെ 1 2 3 4 എണ്ണം ആവാൻ ഒരു ഹൈഡ്രജൻ. ഇവിടെ ഒരെണ്ണം 4 എണ്ണം ആവാൻ 3 എണ്ണം. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പേര് തന്നിട്ട് ഇതാക്കുക. ഇനി ഞാൻ ഒരു ഹോംവർക്ക് തരാം. 3-bromo 2-methyl but 1-ene. ഇത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല. സ്ട്രക്ചർ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ NCERTയിൽ തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന കോമ്പൗണ്ടിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് പേര് കൊടുക്കാം. 1 2 3 എന്ന് കൊടുത്താൽ 1-bromo propene, 3 കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പൈൻ എന്ന് കൊടുക്കും. ഇതിനെ നമ്മൾ നോർമൽ പെൻറ്റൈൽ ബ്രോമൈൻ, കാരണം ഇത് നോർമൽ ചെയിൻ ആയതുകൊണ്ട് നോർമൽ പ്രൊപ്പൈൽ ബ്രോമൈൻ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പേര് കൊടുക്കാനുണ്ട്, കോമൺ നെയിം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്ലോറിൻ ആറ്റം ഇവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്പർ കൊടുത്താൽ 1 2 3 എന്ന് വരും. അപ്പോൾ 1-chloropropene എന്ന് വരും. ഇവിടെ ക്ലോറിനും ഉണ്ട്, മീഥേനും ഉണ്ട്. അപ്പം നമ്മൾ ആർക്കാ പ്രിഫർ കൊടുക്കേണ്ടത്, എപ്പോഴും ക്ലോറിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1-chloro-2-methyl propane എന്ന് വരും. ഇനി നമ്മൾ പഠിച്ചു, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹാലോ അരീൻസിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാലോ അരീൻസിൽ ഇവിടെ ബ്രോമിൻ മാത്രമുള്ളതുകൊണ്ട് ബ്രോമോ ബെൻസീൻ എന്ന് കൊടുക്കാം. IUPAC നെയിമും ബ്രോമോ ബെൻസീൻ തന്നെയായിരിക്കും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബ്രോമിൻ ഇവിടെ ഉണ്ട്. ഈ പൊസിഷൻ എന്ന് പറയുന്നത് മെറ്റാ പൊസിഷനാണ്. അപ്പോൾ നമുക്ക് 1-dibromo M എന്ന് പറഞ്ഞാൽ മെറ്റാ എന്നാണ്. അപ്പം മെറ്റാ-ഡൈബ്രോമോ ബെൻസീൻ എന്ന് കൊടുക്കാം. ഇനി ഇവിടെ 1 3 ആണ് ബ്രോമിൻ വന്നത്. അപ്പോൾ 1,3-dibromo benzene എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, ഇവിടെ 1 2 3 പൊസിഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 3 5 ട്രൈബ്രോമോ ബെൻസീൻ എന്ത് ചെയ്യാം, കൊടുക്കാനായിട്ട് പറ്റും.
ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇത് നമ്മൾ പേര് കൊടുത്തതാണ്. ഇവിടെ ക്ലോറിന് കൊടുക്കുമ്പോൾ 1 2 3 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, 1 ക്ലോറോ 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ എന്ന് വരും. ഇവിടെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ 1 2 എന്ന് വരും. അപ്പോൾ 2 ബ്രോമോ പ്രൊപ്പെയിൻ എന്ന് വരും. ഇപ്പോൾ ഇത് നമ്മൾ NCERT-യിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസ് തന്നെയാണ് ഇത് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, നമുക്ക് ജെർമിനൽ ഡൈഹാലൈഡും വിസിനൽ ഡൈഹാലൈഡും എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ഫിഗറുകൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഇവിടെ നോക്കിയേ, ഈ ക്ലോറിൻ ആറ്റം ഒരു കാർബണുമ്മ തന്നെയാണ് ഈ 2 ക്ലോറിൻ ആറ്റവും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ CH3 ഉണ്ട്, ഇവിടെ CL കണ്ടോ, ഒരു കാർബണുമ്മ തന്നെയാണ് 2 ക്ലോറിൻ ആറ്റവും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കാർബണുമ്മ തന്നെ 2 ക്ലോറിൻ ആറ്റവും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാലോജനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ജെമിനൽ ഡൈഹാലൈഡ്. കണ്ട, ദ ഡൈഹാലോ കോമ്പൗണ്ട് having both the halogen atom are further classified as geminal halide or gem halide when both halogen atom are present on same carbon atom. അതായത് 2 ഹാലോജൻ ആറ്റം ഒരു കാർബൺ ആറ്റത്തുമ്മ തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെമിനൽ ഡൈഹാലൈഡ് എന്ന് വിളിക്കും. ഇനി എന്താണ് വിസിനൽ ഹാലൈഡ്? വിസിനൽ ഹാലൈഡ് നോക്കി, ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നോക്കി, ഇവിടെ ഒരു ക്ലോറിനാറ്റം ഒരു കാർബണുമ്മ, വേറൊരു ക്ലോറിനാറ്റം വേറൊരു കാർബണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാർബണുമ്മയാണ് ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. നോക്കി, ചെയിൻ ഓർ വിസിനൽ ഹാലൈഡ്, വിസിനൽ വേർ ഹാലോജൻ ആറ്റം പ്രസൻറ്റ് ഓൺ അഡ്ജസൻറ്റ് കാർബൺ ആറ്റം. 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റത്തുമ്മയാണ് ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെ ഒരു സ്ട്രക്ചേഴ്സ് തന്നു കഴിഞ്ഞ്, അതായത് ഈ ഒരു സ്ട്രക്ചർ കണ്ടോ, ഈ സ്ട്രക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് NCERT-യിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഈ കാണുന്ന സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ഒക്കെ IUPAC നെയിം എഴുതാനായിട്ട് തന്നിട്ടുള്ളതാണ്. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ആകെ കിളി പോയിട്ടുണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് എങ്ങനെ പേരിടാം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പഠിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് ആദ്യം തന്നെ എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കോമ്പൗണ്ട് ഇവിടെ തരുന്നുണ്ട്. കോമ്പൗണ്ടിനെയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ ഈ കോമ്പൗണ്ടിനെ നിങ്ങൾ എങ്ങനെ പേരിടും, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിനെ പേരിടുക എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പൗണ്ടിനെ കാണുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എങ്ങനെ ഈ ഒരു കോമ്പൗണ്ടിനെ പേരിടും എന്നാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ ഞാനിത് നോക്കി, ഈ ഒരു കോമ്പൗണ്ടിൽ ആദ്യം തന്നെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. പിന്നെന്താ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഈ പോയിന്റ് ചെയ്തിരിക്കുന്നതൊക്കെ കാർബണാണ്. പിന്നെ എവിടെയാണ് കാർബൺ ഉള്ളത്? ഇവിടെ ഒരു കാർബൺ ഉണ്ട്. പിന്നെ എവിടെയുള്ളത്? ഇവിടെ ഒരു കാർബൺ ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര കാർബൺസ് ഉണ്ട്? 1 2 3 4 5 കാർബൺ ഉണ്ടല്ലോ. ആ കാർബണിനെ ഞാൻ ആദ്യം ഇവിടെ വരയ്ക്കുകയാണേ. 1 2 3 4, സ്പേസ് ഇല്ല, ഒരു മിനിറ്റ്, ഒരു കുഞ്ഞിതാക്കി വരയ്ക്കാം. 1 2 3 4 5. ഓക്കെ ആണല്ലോ, 5 വരച്ചു. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണത് എന്താ, ഇതിൽ രണ്ടാമത്തെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ 1 2 3 4 5 നമ്പർ ഇട്ടാൽ രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഇല്ലേ. അപ്പോൾ രണ്ടാമത്തെ കാർബണ് നമുക്ക് ഡബിൾ ബോണ്ട് ഇടാം. രണ്ടാമത്തെ കാർബണുമ്മ ഡബിൾ ബോണ്ട് ഇട്ടു. ഇനി നോക്കിയേ, ഒന്നാമത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 3 ഹൈഡ്രജൻ കൊടുക്കാമല്ലോ. അപ്പോൾ 3 ഹൈഡ്രജൻ കൊടുത്തു. ഇനി നോക്കിയേ, രണ്ടാമത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? രണ്ടാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രജൻ ഇല്ല ഇവിടെ. ഒരു ഹൈഡ്രജൻ ഉണ്ട്. ബാക്കി ഹൈഡ്രജൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ നമ്മൾ ഒരു ഹൈഡ്രജൻ കൊടുത്തു.
ഇനി നമുക്ക് മൂന്നാമത്തെ കാർബൺ നോക്കാം. മൂന്നാമത്തെ കാർബൺ ഇതല്ലേ, ഇതാണ് മൂന്നാമത്തെ കാർബൺ. ഈ മൂന്നാമത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലേ, ആകെ ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു ഹൈഡ്രജൻ എന്ന് കൊടുക്കാം. സോറി, ഇവിടെ അല്ലാവേ, ഇവിടെയാണ് ഹൈഡ്രജൻ. ഈ ഒരു ഹൈഡ്രജൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തു. ഇനി നോക്കിയേ, നാലാമത്തെ കാർബൺ. നാലാമത്തെ കാർബൺ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നാലാമത്തെ കാർബൺ. നാലാമത്തെ കാർബണിൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരു ബ്രോമിനും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കാം, പിന്നെ അവിടെ തന്നെ ബ്രോമിൻ ഉള്ളതുകൊണ്ട് ഇവിടെ ബ്രോമിൻ കൊടുക്കാം. ഇനി എന്താ, ഇവിടെയാണ് അഞ്ചാമത്തെ കാർബൺ. ഈ അഞ്ചാമത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ CH3 എന്നും കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനെ പേര് കൊടുക്കാമല്ലോ. എന്താ, ഡബിൾ ബോണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ ഡബിൾ ബോണ്ടിന് കുറച്ച് നമ്പർ ഇടണം. അപ്പോൾ 1 2 3 4 5. അപ്പോൾ എന്ത് വരും, 4 ബ്രോമോ പെൻറ്റ് 2 ഇന്ന് പേര് കൊടുക്കും. അപ്പോൾ ഇത് ഞാൻ വേറൊരു കോമ്പൗണ്ടും കൂടി കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് NCERTയിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, ഞാൻ ചെറുതാക്കി വരയ്ക്കാം, അതാണ് നല്ലത്. അതായത് ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്താ നോക്കണ്ടേ, എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നമ്മൾ നോക്കണം, എന്നിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുക എത്ര കാർബൺ ആറ്റം ഇവിടെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? ഇവിടെ ഒരു കാർബൺ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, പിന്നെന്താ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു കാർബൺ ഉണ്ട് അല്ലേ. എത്ര ഉണ്ട്? 1 2 3 4. 3 കാർബൺ അല്ലേ ഉള്ളത്, ആ 4 കാർബൺ അല്ലേ ഉള്ളത്, ആ 4 കാർബൺ ആദ്യം വരയ്ക്കാം. 1 1 2 3 4 കാർബൺ വരച്ചു. ഈ 4 കാർബണിൽ ഒന്നാമത്തെ കാർബണിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാർബണിൽ നമ്മൾ ഡബിൾ ബോണ്ട് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു, പിന്നെ രണ്ടാമത്തെ കാർബണിൽ എന്തുണ്ട്? രണ്ടാമത്തെ കാർബണിൽ ഒരു CH3 ഇല്ലേ, ഇവിടെ നോക്കിയേ, രണ്ടാമത്തെ കാർബണിൽ ഒരു CH3 ഇല്ലേ. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ ഒരു CH3 നമ്മൾ ഇട്ട് കൊടുത്തു ഇല്ലേ. ഇനി നമ്മൾ നോക്കിയേ, ഇത് മൂന്നാമത്തെ കാർബൺ അല്ലേ, മൂന്നാമത്തെ കാർബണിൽ എന്തൊക്കെയുള്ളത്? ഒരു ഹൈഡ്രജനും ഉണ്ട്, ഒരു ബ്രോമിനും ഇല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യാം, ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു, ഒരു ബ്രോമിനെയും ആഡ് ചെയ്തു. ഇനി മൂന്നാമത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. അപ്പോൾ ഇതിനെ നമ്മൾ CH3 ആഡ് ചെയ്തു. ഇനി നമ്മളിവിടെ ഒരു ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ CH2 എന്ന് കൊടുത്തു ആണല്ലോ. ഇനി നമ്മളിതിനെ പേരിടുന്നത് എങ്ങനെയാണ്? ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ ഡബിൾ ബോണ്ടിന് എപ്പോഴും പ്രയോറിറ്റി ഫസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്പർ കൊടുക്കുക അല്ലേ, 1 2 3 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ബ്രോമിനാണ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? 3 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ട് 1 ഈൻ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്ത് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പേര് കൊടുക്കേണ്ടത് കേട്ടോ. ഇതനുസരിച്ചിട്ടുള്ള പേരുകളാണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. 2 കോമ്പൗണ്ടിൻ്റെ പേര് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു പോർഷൻ്റെ ഈ ഒരു പാർട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പോർഷനാണ് നേച്ചർ ഓഫ് കാർബൺ ഹാലോജൻ ബോണ്ട്. കാർബണും ഹാലോജനും തമ്മിലുള്ള ബോണ്ടിൻ്റെ നേച്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു റഫ് പേപ്പർ എടുക്കാം. അതൊക്കറിയാം, കാർബൺ എന്ന് പറയുന്നത് ഒരു C ആയിരിക്കും, അതൊരു ഹാലോജൻ ആറ്റംസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാലോജൻ ആറ്റം എപ്പോഴും മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ബോണ്ട്, 2 ബോണ്ടും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആർക്കായിരിക്കും, വലിച്ചെടുക്കുന്നത് ആർക്കായിരിക്കും? ഹാലോജൻ ആയിരിക്കും. അപ്പോൾ ഹാലോജൻ ഇതിലുള്ള 2 ബോണ്ടും കൂടുതലായിട്ട് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹാലോജൻ ആറ്റത്തിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഹാലോജൻ ആറ്റത്തിന് നെഗറ്റീവ് ചാർജും കാർബൺ ആറ്റത്തിന് പോസിറ്റീവ് ചാർജും കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതെന്താക്കി ആക്ട് ചെയ്യും? ഡൈപോൾ ആക്ട് ചെയ്യും. നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡൈപോൾ എന്നാണ്
വിളിക്കുക. അപ്പോൾ ഇത് ഡൈപോളാണ്. ഡൈപോൾ ആണെന്നുണ്ടെങ്കിൽ ആ ബോണ്ടിൻ്റെ പ്രത്യേകത എന്താ? ആ ബോണ്ട് പോളറൈസ്ഡ് ആണ്. അതായത് ആ ബോണ്ടിന് എന്തുണ്ട്? ചാർജ് സെപ്പറേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചാർജ് സെപ്പറേഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതെന്താണ്? ബോണ്ട് പോളാറാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ സ്ട്രെങ്ത് ആണ് പഠിക്കാനുള്ളത്. ഇത് പോളാറാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയാം ഹാലോജൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതാണ് നമ്മുടെ ഹാലോജൻസ് എന്ന് പറയുന്നത്. ഈ ഹാലോജൻസ് താഴത്തോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ സൈസ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് വരും. ഇവിടുന്ന് ഇങ്ങനെ കൂടുതലായിട്ട് നമ്മുടെ എന്ത് ചെയ്യും? ഹാലോജൻസ് ആറ്റം വരും. ഫ്ലൂറിൻ്റെ സൈസ് ഏറ്റവും കുറവാണ്, ക്ലോറിൻ്റെ അതിനേക്കാളും കൂടുതലാണ്, ബ്രോമിൻ്റെ അതിനേക്കാളും കൂടുതലാണ്, അയഡിൻ്റെ അതിനേക്കാളും കൂടുതലാണ്. അപ്പോൾ അങ്ങോട്ട് താഴത്തോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? സൈസ് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫ്ലൂറിൻ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈസ് കൂടുന്നതിനനുസരിച്ച്, അതായത് സൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കൂടുക? ബോണ്ട് ലെങ്ത്ത് കൂടും. അതായത് സൈസ് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബോണ്ട് ലെങ്ത്തും കൂടും. ബോണ്ടിൻ്റെ ലെങ്ത്തും കൂടും. അതായത് വലിയൊരാളാണെന്നുണ്ടെങ്കിൽ ആളുടെ ലെങ്ത്ത് എന്തായാലും കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അപ്പോൾ വലിയ ആൾക്കാർ വരാണെങ്കിൽ അതിൻ്റെ ബോണ്ട് ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ബോണ്ട് ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ ഏത് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിരിക്കും നമുക്ക് എളുപ്പം? അതായത് ഇപ്പോൾ നമ്മൾ ഒരു വലിയ വടിയുണ്ട്, നല്ല നീളമുള്ള വടിയുണ്ട്, ഒട്ടും നീളമില്ലാത്ത വടിയുണ്ടെന്ന് വിചാരിക്കാം. ഏതിനെ പൊട്ടിക്കാനായിരിക്കും ഏറ്റവും എളുപ്പം? ഓഫ് കോഴ്സ് നീളം കൂടിയ വടീനെ പൊട്ടിക്കാനായിരിക്കും എളുപ്പം. നീളം കുറഞ്ഞ വടീനെ പൊട്ടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത്ത് കൂടും. ബോണ്ട് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ബോണ്ട് എൻതാൽപ്പി എന്ത് ചെയ്യും? കുറയും. കാരണം ബോണ്ടിൻ്റെ ലെങ്ത്ത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി വളരെ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി കുറവായിരിക്കും. പക്ഷെ ബോണ്ടിൻ്റെ ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ച് ബോണ്ട് എൻതാൽപ്പി എന്ത് ചെയ്യും? കൂടും. കാരണം ആ ചെറിയ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം? എനർജി കൊടുക്കേണ്ടി വരും. അപ്പോൾ ബോണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബോണ്ട് എൻതാൽപ്പി കുറയും. സൈസും ബോണ്ട് എൻതാൽപ്പിയും എന്താണ്? ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ് പറയുന്നത്. അപ്പോൾ ബോണ്ട് എൻതാൽപ്പിയുടെ ഓർഡർ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ സൈസ് ഏറ്റവും കുറവുള്ളത് ഇതിനാ? ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിൻ്റെ ബോണ്ട് ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ ഫ്ലൂറിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനാണ് നമുക്ക് എന്ത് വേണ്ടത്? കൂടുതൽ എനർജി വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ചെറുത് ക്ലോറിൻ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ചെറുത് ബ്രോമിൻ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലുതാണ് നമ്മുടെ അയഡിൻ വരുന്നത്. അയഡിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യേണ്ട? അത്യാവശ്യം എനർജി കൊടുക്കേണ്ട. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹാലോ അരീൻസിൻ്റെയും ഹാലോ ആൽക്കീൻസും എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. താങ്ക് യു.